ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 മാർച്ച് മാസ ഫലം. അത് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3-4 പാദങ്ങളും ചതയവും പൂരുരുട്ടാതി ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് വിചിന്തനം ചെയ്യുന്നത്. പ്രധാനമായ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ കുംഭം രാശിയിൽ അധിക ഗ്രഹങ്ങളുടെ സാന്നിധ്യമുള്ള ഒരു മാസമാണ്. അതായത് രാജയോഗകാരകനായിരിക്കുന്ന കുംഭം രാശിക്ക് രാജയോഗകാരകനായിരിക്കുന്ന ശുക്രഗ്രഹം രാശിയിൽ തന്നെ നിൽക്കുകയും പിന്നീട് അത് തൻ്റെ ഉച്ചരാശിയായ മീനം രാശി, അത് കുംഭം രാശിയുടെ ധനസ്ഥാനമാണ്, ആ ധനസ്ഥാനത്തേക്കും മാറുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ കുംഭം രാശിക്കാർക്ക് പൂർണ്ണമായ അനുഗ്രഹം ശുക്രൻ നൽകുകയും അതുമൂലം പലവിധ അഭിവൃദ്ധികൾ വന്നു ചേരുവാനും യോഗമുണ്ട്. ഏറ്റവും പ്രധാനം ആരോഗ്യം തൃപ്തികരമായിരിക്കും. ശുക്രൻ്റെ അനുഗ്രഹത്താൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും. അതുപോലെ തന്നെ തേജസ്സും ഓജസ്സും ഒക്കെ വർദ്ധിക്കുകയും ഒരു ആകർഷണം ശരീര സൗന്ദര്യമൊക്കെ വർദ്ധിക്കുന്നതിന് ഈ മാർച്ച് മാസത്തിൽ ഭാഗ്യമുണ്ട്. അത് ഏറ്റവും പ്രധാനമായിട്ട് യുവതിയുവാക്കളിലും അതുപോലെ തന്നെ കലാരംഗവുമായി ബന്ധപ്പെട്ട നിരവധി ജോലികൾ ചെയ്യുന്നവരുണ്ട്. കലാരംഗം എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നവർ, സീരിയൽ രംഗത്ത് അഭിനയിക്കുന്നവർ, സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, പരസ്യ ചിത്രങ്ങളിൽ മുഖം കാണിക്കുന്ന അങ്ങനെ ഉള്ളവർക്കൊക്കെ ഒരു തേജസ് വർദ്ധിച്ച് അവരുടെ ആ പ്രോഗ്രാം സക്സസ് ആകുന്നതിന് സൂചനയുള്ള ഒരു മാസമാണ് ഈ മാർച്ച് മാസം. അത് മുഖാന്തരം ധാരാളം ധനം വന്നു ചേരുക, പുതിയ പുതിയ എഗ്രിമെൻറ്റുകളിൽ അതിനുശേഷം ഒപ്പുവയ്ക്കാൻ സാധിക്കുക, സ്വന്തം നാട് വിട്ട് പര്യടനം നടത്തുന്നതിന് കലാരംഗവുമായി ബന്ധപ്പെട്ട അവാന്തര വിഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു വിഭാഗം, ഇൻസ്ട്രുമെൻറ്റേഷൻ ആകാം, ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആകാം, അതുമല്ല ഇനി അലങ്കാര ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, സ്റ്റേജുകളിലായാലും സൗന്ദര്യ വർദ്ധക വസ്തുക്കളുടെ പ്രയോഗത്താൽ ബ്യൂട്ടീഷ്യൻ ആയിട്ട് ജോലി ചെയ്യുന്നവരോ, കോസ്മെറ്റിക്സ്, അങ്ങനെ പല വിധത്തിലുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്ക്, കലാരംഗവുമായി ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. പൊതുവെ വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നു ചേരും. വിദ്യാകാരകനായിരിക്കുന്ന ബുധൻ, അത് ഉപരിപഠനത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൻ്റെ അധിപൻ കൂടിയായിരിക്കുന്ന ബുധൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് വളരെ അധികം ബലവത്താണ്. എന്നിരുന്നാലും ചൊവ്വായുടെയും ആദിത്യൻ്റെയും സാന്നിധ്യം കൂടി ആ കുംഭം രാശിയിൽ ഉള്ളതിനാൽ ദേഷ്യമൊക്കെ കഴിവതും ഒഴിവാക്കുക. ദേഷ്യമൊക്കെ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും നല്ല സുഹൃത്തുക്കളുടെയും ഒക്കെ നിർദ്ദേശങ്ങൾ വളരെ ആലോചിച്ചതിന് ശേഷം മതി. എങ്കിലും നിങ്ങൾ അത് ശ്രദ്ധിക്കണം. അതായത് ദേഷ്യപ്പെടുകയോ, അത് ദേഷ്യം പിന്നെ അത് വലിയ സാഹസികമായ കാര്യങ്ങളിൽ കലാശിക്കും. പ്രത്യേകിച്ച് ദമ്പതികളായിട്ടുള്ളവർക്ക് അത്ര സുഖകരമായിരിക്കുകയില്ല. അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യതകളും നല്ലതുപോലെ ഉള്ള ഒരു സമയമാണ്. കുംഭം രാശിയുടെ സപ്തമഭാവത്തിൽ കേതു എന്ന് പറയുന്ന സാങ്കല്പിക ഗ്രഹമാണ് നിൽക്കുന്നത്. അവിടെ ഒരു കാര്യവുമില്ലാതെ ദമ്പതികൾക്ക് പിണങ്ങി പിരിഞ്ഞ് അതിന് കിംവദന്തി പരത്തുവാൻ ചിലപ്പോൾ കൊള്ളുകരാത്ത സുഹൃത്തുക്കളോ അകന്ന ബന്ധുക്കളോ ഒക്കെ അതിന് പങ്കാളികളാകുകയും ശത്രുക്കൾ അത് മുതലെടുക്കുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് വളരെ സൗമ്യമായ രീതിയിൽ പിണങ്ങി നിൽക്കുന്ന ദമ്പതികളോട് വിവരം ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചോദിച്ചാൽ വ്യക്തിപരമായിട്ട് പിണക്കമൊന്നും ഇല്ലായിരുന്നു, കാര്യമായ കാര്യമൊന്നും ഇല്ലാതെ തന്നെയാണ് പിരിയേണ്ടി വന്നത് എന്നൊക്കെ പറയുന്ന സന്ദർഭങ്ങൾ പലരുടെയും കൗൺസിലിംഗ് ചെയ്യുമ്പോഴൊക്കെ വളരെ അധികം ആൾക്കാരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കൊണ്ടാണ് മുൻകൂട്ടി ഈ കാര്യങ്ങളൊക്കെ
അവരവരുടെ ദോഷങ്ങൾ അവർ തന്നെ വലിച്ചു വെക്കാതിരിക്കും. തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരുന്ന മാസമാണ്. സ്വന്തമായ ജോലികൾ ചെയ്യുന്നവരും അതല്ല മറ്റ് ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർ, പ്രൈവറ്റ് മേഖലയായാലും പബ്ലിക് സെക്ടറിലായാലും, എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് ബ്രോക്കറിങ് കാര്യങ്ങൾ, അധ്യാപകർ, അഡ്വക്കറ്റുമാർ, രാഷ്ട്രീയ പ്രവർത്തകർ, അങ്ങനെ പോകുന്ന ആ വലിയ നീണ്ട നിര തന്നെ ഉണ്ട്. ആർക്കിടെക്റ്റേഴ്സ്, ഇന്റീരിയർ ഡിസൈനേഴ്സ്, IT മേഖലയിൽ ജോലി ചെയ്യുന്നവർ, മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഒക്കെ അനുകൂലമായിരിക്കുന്ന സമയം. ഒരു വാഹനം വന്നു ചേരുവാൻ യോഗമുള്ള സമയം. ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ശില്പചാതുരിയോടുകൂടിയ ഒരു ഗൃഹം ദീർഘനാളുകളായിട്ട് വന്നു ചേരണമെന്ന് ആഗ്രഹിച്ച് ഒരു ഗൃഹം വന്നു ചേരണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി കുറച്ച് പണമൊക്കെ കരുതിയിരിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു പുതിയ ഗൃഹം വാങ്ങുന്നതിന്, ശില്പചാതുരിയോടുകൂടിയ ഗൃഹം വാങ്ങുന്നതിനോ, ഉത്തമ വാഹനം വന്നു ചേരുന്നതിനും ഉത്തമ ഭൂമി വന്നു ചേരുന്നതിനുമൊക്കെ യോഗമുള്ള ഈ മാസം, മാർച്ച് മാസം വന്നു ചേരുന്ന ഭാഗ്യാനുഭവങ്ങൾ തട്ടിത്തെറിപ്പിച്ച് കളയാതെ വളരെ അധികം അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. സഹോദര സ്ഥാനിയിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ചില സഹായങ്ങളൊക്കെ ലഭിക്കും. പിണങ്ങി നിന്ന സഹോദര സ്ഥാനീയരും നല്ല സുഹൃത്തുക്കളുമൊക്കെ വീണ്ടും യോജിക്കുന്നതിനും ഒരുമിച്ച് മുൻപോട്ട് പ്രവർത്തിച്ച് വിജയിക്കുവാനും സാധിക്കും. മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കൾക്ക് മക്കളോടൊക്കെ ഒത്ത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. പ്രണയിക്കുന്നവർക്ക് ചില പ്രണയ ഭംഗങ്ങൾ ഉണ്ടാകുന്നതിനും മാന അപമാനങ്ങളോ അവിഖ്യാതി പ്രചരണങ്ങളോ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. കടങ്ങളൊക്കെ പൊതുവെ വീടുന്നതിനും അധിക കടബാധ്യതകളൊന്നും സൂചകമല്ല. നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ അതൊക്കെ മാറുന്നതിന് സൂചനയുണ്ട്. മറ്റ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കണം എന്നാഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കുന്ന ഒരു നല്ല സമയമാണ്. അത് വിജയിപ്പിക്കുവാനായിട്ട് സാധിക്കും. ഇനി മുൻപോട്ട് പൊതുവെ നന്നായിരിക്കുന്ന ഒരു സമയമാണ് കുംഭം രാശിക്കാർക്ക് വന്നു ചേരുക. അതിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട വഴിപാടുകൾ, മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക. ഈ മാസം ഏറ്റവും പ്രധാനമാണ്. അതുപോലെ തന്നെ ശാസ്താവിന് നീരാഞ്ജനം ചെയ്യുക. നാഗരാജാവിന് മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നതും ബ്രഹ്മരക്ഷസിന് പാൽപായസം പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക. അഭിവൃദ്ധികൾ വന്നുകൊള്ളും. എല്ലാവിധ വിജയങ്ങളും വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ പ്രശ്നം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടാകുന്നതാണ്. വിവാഹ പൊരുത്തം നോക്കുന്ന കാര്യമായാലും, ജോലി തടസ്സം നോക്കുന്ന കാര്യമായാലും, ആരോഗ്യ പ്രശ്നമായാലും, ദാമ്പത്യ ജീവിതത്തിലെ വിഷയങ്ങളോ സന്താന വിഷയങ്ങളോ ഒക്കെ നോക്കുന്നതിന് അവസരമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.